ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം ചില അപകടങ്ങളിലൊക്കെ പെടുന്ന ആളുകൾക്ക് മസ്തിഷ്ക മരണം എന്ന ഒരു പ്രക്രിയയുണ്ട്. അത് ഏകദേശം നമ്മൾ ഇല്ലാണ്ടായി എന്നുള്ളതാണ് ആ ഒരു സൂചന. അപ്പോൾ ആ ഒരു എത്തുമ്പോഴേക്കും ആ നമ്മുടെ അവയവങ്ങൾ ദാനം ചെയ്യുക എന്ന ഒരു ചടങ്ങ് പോലുണ്ട്. അതായത് ചടങ്ങ് എന്ന് ഞാൻ പറയുന്നതേ ഉള്ളൂ, ആ ഒരു പ്രത്യേക ഒരു അനുഭവം. അപ്പം ചിലർ എന്തു ചെയ്യും, തന്നെ പ്രിയപ്പെട്ടവരാണ് എങ്കിലും അവർ ഏതൊക്കെ അവയവങ്ങൾ എടുക്കാൻ പറ്റുമോ അതൊക്കെ എടുത്തുകൊള്ളൂ എന്ന് സമ്മതപത്രം കൊടുക്കും. അപ്പോൾ ഇന്നലത്തെ പത്രത്തിൽ അങ്ങനെ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഞാനപ്പോൾ ഇങ്ങനെ ചിന്തിച്ചൊരു കാര്യമുണ്ട്. എന്തായാലും തനിക്ക് പ്രിയപ്പെട്ട അല്ലെങ്കിൽ തങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാളുടെ ശരീരത്തിലെ അവയവങ്ങളാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. ചിലർ കരുതും എൻ്റെ മകൻ്റെ അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ്റെ അല്ലെങ്കിൽ എൻ്റെ അനിയൻ്റെ ശരീരത്തിൽ നിന്ന് ഒന്നും ആർക്കും കൊടുക്കണ്ട, അവന് ജീവിതം നഷ്ടപ്പെട്ടു, മറ്റാരും അതിലൂടെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാവുന്ന മനസ്സുണ്ട്. ആ ഒരു സമയം എന്ന് പറയുന്ന ആ ഒരു ടൈമിൽ ഇതെല്ലാം നമ്മുടെ ആളുടെ ശരീരത്തിൽ നിന്ന് മാറ്റിയെങ്കിൽ മാത്രമേ അതിന് പ്രയോജനമുള്ളൂ. സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തി എടുക്കുകയാണ്, ശരി മറ്റുള്ളവർക്ക് കൊടുക്കാമെന്ന്. അപ്പോൾ ആ പാകപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കുന്ന ആ ഒരു മനസ്സിൻ്റെ അവസ്ഥ, ഒരു സൈഡ് നോക്കുമ്പം തൻ്റെ പ്രിയപ്പെട്ടവനാണ് ഇല്ലാണ്ടാവുന്നത്. അപ്പോൾ അത് ഉൾക്കൊള്ളുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്, അല്ലേ? എന്ത് പ്രശ്നമുണ്ടല്ലോ, ഒരു ദിവസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട. ആ ഒരു ദിവസം കഴിഞ്ഞ് കിട്ടിയാൽ നമുക്കൊരു ആശ്വാസമാകും, ചെറിയൊരു ആശ്വാസം വന്നു തുടങ്ങും ആ ചിന്തകളിലൊക്കെ. പക്ഷേ ആ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഒന്ന് ഇല്ലാണ്ടാകാൻ പോകുന്ന ഒരു ജീവൻ, പക്ഷേ ആ ജീവൻ ഇല്ലാണ്ടാകുമ്പോൾ മറ്റുള്ള കുറച്ച് പേർക്ക് ജീവൻ്റെ ഭാഗം കൂടി ലഭിക്കുന്നു എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ആ ഒരു സമയത്ത് മനസ്സ് വല്ലാതെ പിടയും, അല്ലേ? എങ്ങനെയൊക്കെയായിരിക്കും ഇത് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഏകദേശം അറിയാമല്ലോ. എന്തായാലും അങ്ങനെ കൊടുക്കാനായിട്ട് മനസ്സ് കാണിക്കുന്ന എല്ലാ മനസ്സുകൾക്കും ഒരു പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ടതാണ്. അവർക്കൊക്കെ ഈശ്വരന് തുല്യമായൊരു സ്ഥാനം തന്നെ നമ്മൾ നൽകണം. അപ്പം കഴിഞ്ഞ ദിവസം സംഭവിച്ചതിൽ ഇതുപോലെ തന്നെ പയ്യന് ആക്സിഡൻ്റാണ്. അപ്പോൾ അതിൽ ഇതുപോലെ തന്നെ എല്ലാവർക്കും കൊടുത്തു. ഇതിനൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം പറയുകയാണ്, നമ്മളെപ്പോഴും ശ്രദ്ധയോടുകൂടി വാഹനങ്ങൾ കൈകാര്യം ചെയ്യുക, അല്ലേ? ഒരുപാട് സൈൻ ബോർഡുകളുണ്ട് നമ്മുടെ റോഡിൽ, അതൊക്കെ വെറുതെ കൊടുക്കുന്നതല്ല, അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു പോവുക. എത്ര കിലോമീറ്റർ പാടുള്ളൂ എന്ന് പറയുന്നത് വെറുതെ ആയിരിക്കില്ല. അപ്പോൾ ആ ഒരു സ്പീഡിൽ മാത്രം പോവുക. പറയും ഇവിടെ പ്രശ്നമൊന്നുമില്ല, വണ്ടിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ സ്പീഡിൽ പോകും, ഇങ്ങനൊന്നുമല്ല. നമ്മൾ എന്തിനാണ് ആ തിരക്ക് കാണിക്കുന്നത്? ആ തിരക്ക് കൂട്ടലാണ് പലപ്പോഴും പല അപകടങ്ങളിലും ഉണ്ടാകാനായിട്ട് കാരണമാകുന്നത്. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള മനസ്സുകൾ ഇനിയും ഉണ്ടാവട്ടെ, എല്ലാവരുടെയും മനസ്സിന് അതിനുള്ള ശക്തി ഉണ്ടാവട്ടെ. ശരിയല്ലേ?